നമസ്കാരം. നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളെ ഗുണദോഷിക്കുന്നവരാണ്. ഗുണദോഷിക്കുമ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് മിക്ക രക്ഷിതാക്കളും. പല രക്ഷിതാക്കളുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, നല്ലത് കണ്ടാൽ അഭിനന്ദിക്കാൻ മറന്നാലും കുഴപ്പമില്ല, തെറ്റുകൾ കാണാതെ പോകരുത്, തെറ്റ് കണ്ടാൽ അതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യണം എന്നതാണ്. തെറ്റുകൾ കാണാതിരിക്കണമെന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. തെറ്റുകൾ കണ്ടാൽ വല്ലാതെ നിശിതമായി ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയും, നല്ല കാര്യങ്ങൾ കണ്ടാൽ അത്ര ഉത്സാഹമില്ലാത്ത രീതിയിൽ ഒരു ഒഴുക്കൻ മട്ടിൽ അഭിനന്ദിക്കുകയും ചെയ്ത് വളർത്തുന്ന മാതാപിതാക്കൾക്കിടയിൽ വളരുന്ന കുട്ടികളിൽ ചെറിയൊരു ആത്മവിശ്വാസക്കുറവ് പ്രകടമായി കാണാറുണ്ട്. അത് പഠനത്തിലായാലും കളിയിലായാലും സാമൂഹികമായ ഇടപെടലുകളിലായാലും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിലായാലും ഇത്തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവ് വളരെ പ്രകടമാണ്. ഈ ആത്മവിശ്വാസക്കുറവിന്റെ പേരിൽ ഇതേ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ചില കാര്യങ്ങളിൽ അല്പം ചെറിയ തിരുത്തലുകളാവാം. കുട്ടികൾ ഉണരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ, അഥവാ കുട്ടികൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ ഒരു ദിവസം അവസാനിക്കുന്ന സമയത്ത്, അന്നോ തലേ ദിവസമോ അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി മാതാപിതാക്കൾക്ക് കുട്ടികളോടൊപ്പം അല്പം സമയം ചെലവഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സമയങ്ങൾക്കും വലിയൊരു പ്രാധാന്യമുണ്ട്. കുട്ടികൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും അല്ലെങ്കിൽ കുട്ടികൾ ഉണരുന്ന സമയത്തും നമ്മൾ അവരോട് പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ ഉപബോധ മനസ്സിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉദാഹരണമായി, ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നീ നന്നായി ചെയ്തു. ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്ന ചേട്ടനോട് നീ നന്നായി സംസാരിച്ചു. ഇന്നലെ ഒരു മടിയുമില്ലാതെ നീ നിന്റെ ദിനചര്യകളൊക്കെ നന്നായി ചെയ്തു. ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ ഇന്നലെ നീ നല്ലൊരു തീരുമാനമാണ് എടുത്തത്. ഇങ്ങനെ ശുഭകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളോട് സംസാരിക്കാൻ ഒരു മടിയില്ലാത്ത രീതിയിൽ അവരോട് ഇടപെടാനുള്ള ഒരു സമയം രക്ഷിതാക്കൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾക്ക് നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ കുട്ടികൾക്ക് മറ്റെവിടെ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങളെക്കാൾ ഏറ്റവും വലുതും മഹത്തരവുമാണ് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരവും പരിഗണനയും എന്നുള്ളത് മറന്നു പോകരുത്. ഇതിനൊന്നും ജീവിതത്തിൽ വലിയ സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, പരിശീലിച്ചു നോക്കൂ, നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയും. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ.